കണ്ട രണ്ട് പ്രതിപക്ഷ നേതാക്കന്മാരെയാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. ഒന്ന് വി എസ് അച്യുതാനന്ദനും ഒന്ന് അങ്ങുമാണ്. നിങ്ങളുടെ രണ്ടുപേരും തമ്മിലൊരു സാദൃശ്യം, പെരുമാറ്റത്തിലോ സ്വഭാവത്തിലുള്ള നിലപാടുകളിലെ സാദൃശ്യം, രണ്ടുപേർക്കും ഉറച്ച നിലപാടുണ്ടായിരുന്ന ആളുകളാണ്. നിങ്ങൾ രണ്ടുപേരും നിയമസഭയ്ക്കകത്തും പുറത്തും ശക്തമായി ഭരണപക്ഷത്തിനെതിരെ പോരാടിയ ആളുകളാണ്. അങ്ങ് പ്രതിപക്ഷ നേതാവായി ഇരുന്ന കാലഘട്ടത്തിൽ കൊണ്ടുവന്ന നിരവധി ആരോപണങ്ങൾ, പ്രൈസ് വാട്ടർ കൂപ്പേഴ്സുമായി ബന്ധപ്പെട്ട ആരോപണം, സ്പ്രിംഗ്ലറുമായിട്ട് ബന്ധപ്പെട്ട ആരോപണം, കേരയിലും കെ ഫോണുമായിട്ട് ബന്ധപ്പെട്ട ആരോപണം, അങ്ങനെ നിരവധി ആരോപണങ്ങൾ കൊണ്ടുവന്നു. അങ്ങ് കൊണ്ടുവന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമായിട്ട് എനിക്ക് തോന്നിയത് 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലൈവായ ഒരു ഇഷ്യൂവാണ് അങ്ങ് എടുത്തത്. ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവ് അത്തരം ഒരു വിഷയം എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ഡാറ്റ വിൽക്കുക, അത് ഇന്ന് ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ യുഗത്തിൽ സ്വർണ്ണത്തിനേക്കാൾ വിലയുള്ള ഡാറ്റയ്ക്കാണ്. അത് മറിച്ച് വിറ്റു, നമ്മുടെ രോഗികളെ സംബന്ധിച്ചിടത്തോളമുള്ള ഡാറ്റ മറിച്ച് കൊടുത്തു എന്ന ഒരാരോപണം ശക്തമായി നിയമസഭയ്ക്ക് അകത്ത് അങ്ങേക്ക് ഉന്നയിക്കാൻ കഴിഞ്ഞു, പുറത്തും അങ്ങേക്ക് ഉന്നയിക്കാൻ കഴിഞ്ഞു. അപ്പം കേരളം കണ്ട രണ്ട് പ്രതിപക്ഷ നേതാക്കളിൽ ജനമോർത്ത് നിൽക്കുന്ന രണ്ട് പ്രതിപക്ഷ നേതാക്കളിൽ ഒരാളാണ് അങ്ങ്. പക്ഷേ രണ്ടാമത്തെ ടീമിൽ എന്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്ത് നിന്ന് അങ്ങ് ഒഴിവാക്കപ്പെട്ടത്? അതിനകത്തൊരു ശരികേട് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ പ്രതിപക്ഷ നേതാവാകുന്നത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞ് വന്ന സന്ദർഭത്തിൽ അദ്ദേഹം തന്നെയാണ് എൻ്റെ പേര് നിർദ്ദേശിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നു. ഞാൻ 5 വർഷം ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ജനനന്മയ്ക്ക് വേണ്ടിയായിരുന്നു. ഒരു ഗവൺമെൻറ് തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് ചൂണ്ടിക്കാണിച്ച ഗവൺമെൻറ്റിനെ തിരുത്തിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ജനാധിപത്യത്തിലെ ഉത്തരവാദിത്വം. നമ്മൾ ഫോളോ ചെയ്യുന്നത് ബ്രിട്ടീഷ് സിസ്റ്റമാണ്, ക്യാബിനറ്റ് ഫോം ഓഫ് ഗവൺമെൻറ്. പാർലമെൻ്ററി ജനാധിപത്യത്തിൽ ക്യാബിനറ്റ് അല്ലെങ്കിൽ ഭരണകക്ഷി, പ്രതിപക്ഷം രണ്ടിനും ഈക്വൽ റോളാണ്. ഭരണകക്ഷിയെ തിരുത്തുക, തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക, ജനങ്ങളെ ആ ഗവൺമെൻറ്റിൻ്റെ തെറ്റുകൾ ബോധ്യപ്പെടുത്തുക, ഇതാണ് നമ്മുടെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം ഞാൻ നിറവേറ്റുക എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാൻ ഒരു ആരോപണം ഉന്നയിച്ചതിൻ്റെ പേരിലാണ് ഇ പി ജയരാജൻ രാജിവെക്കേണ്ടി വന്നത്. അത് കഴിഞ്ഞ് ശശീന്ദ്രൻ രാജിവെക്കേണ്ടി വന്നു. 2 മന്ത്രിമാർക്ക് 5 വർഷത്തിനിടയിൽ രാജിവെക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് 8-9 അഴിമതി ആരോപണങ്ങൾ വെറുതെ അല്ല, കാടടച്ച് പറയല്ല, വ്യക്തമായ തെളിവുകളുടെ പിൻബലത്തോടുകൂടി അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് ഗവൺമെൻറ്റിനെ കൊണ്ട് അത് മുഴുവൻ പിൻവലിപ്പിക്കേണ്ടു. അതിനേക്കാൾ വലിയ നേട്ടമാണ് പിണറായി വിജയനെ പോലൊരു മുഖ്യമന്ത്രി 8 കാര്യത്തെ ഞാൻ ടേൺ അടുപ്പിച്ചു, തിരുത്തിച്ചു. അത് ജനങ്ങളുടെ പിന്തുണയോടുകൂടി നമ്മൾ കൊണ്ടുവന്ന വസ്തുതാപരമായ കാര്യങ്ങളായിരുന്നു. എല്ലാം തെളിവുകളുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. ഞാൻ അന്ന് പറഞ്ഞിരുന്നു, 7 താഴിട്ട് പൂട്ടിയാലും പിണറായി വിജയൻ്റെ കയ്യിൽ ഉള്ള മുഴുവൻ രേഖയും എൻ്റെ കയ്യിലുണ്ടാകും. മുഴുവൻ രേഖയും ഞാൻ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞ കാര്യമെല്ലാം സത്യമായി. ശിവശങ്കരൻ ജയിലിൽ പോയി, അദ്ദേഹത്തിനെതിരായ കേസ് വന്നു. ഇതെല്ലാം ഞാൻ ആ കാലഘട്ടത്തിൽ ഉയർത്തിയ വിഷയങ്ങൾ തന്നെയാണ്. സ്പ്രിംഗ്ലറുമായി ബന്ധപ്പെട്ട കേസ്, കേരളത്തിലെ കോവിഡ് രോഗികളുടെ ആരോഗ്യ രഹസ്യങ്ങൾ മുഴുവൻ അമേരിക്കയിലുള്ള സ്പ്രിംഗ്ലർ എന്ന് പറയുന്നൊരു കമ്പനിക്ക് കൊടുക്കുകയാണ്. ആ കമ്പനി അതെന്ത് ചെയ്യുന്നു? ഈ മുഴുവൻ ആരോഗ്യ ഡേറ്റ കിട്ടുക. ആരോഗ്യ ഡേറ്റകളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് ആരോഗ്യ ഡേറ്റയാണ്. കാരണം വൻകിട മൾട്ടിനാഷണൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് ഇത് ആവശ്യമാണ്. കാരണം നമ്മുടെ ആ ഡേറ്റ അനലൈസ് ചെയ്ത് നോക്കിയാൽ ഇവിടെ എത്ര ഡയബറ്റിക് രോഗികളുണ്ട്, ഹാർട്ട് രോഗികളുണ്ട്, അല്ലെങ്കിൽ മറ്റ് രോഗങ്ങൾ എത്ര ഉണ്ട്, അവർക്ക് വേണ്ട മരുന്ന് ഏതാണ്, അപ്പോൾ അവർക്കത് അനലൈസ് ചെയ്ത് ആ മരുന്ന് പ്രൊഡ്യൂസ് ചെയ്ത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ വിൽക്കാൻ കഴിയും. സോ ദേ ആർ മിൻറ്റിങ് ക്രോർസ് ആൻഡ് ക്രോർസ് ഓഫ് മില്യൺസ്, ട്രില്യൺസ് ഉണ്ടാക്കാൻ കഴിയും. അതാണ് ലക്ഷ്യം. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ ഞാനീ പറഞ്ഞത് പൂർണ്ണമായി മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. ഈ ഡേറ്റയുമായി ബന്ധപ്പെട്ട ഇഷ്യൂസും. പുട്ടസ്വാമി കേസിൽ സുപ്രീം കോടതി തന്നെ പറയുന്നുണ്ട്, ഒരു വ്യക്തിയുടെ ആരോഗ്യരേഖ ഒരിക്കലും പുറത്തു പോകാൻ പാടില്ല. പ്രത്യേകമായി പറയുന്നുണ്ട്. അന്ന് ആ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഡേറ്റയെപ്പറ്റി ഇതുപോലൊരു അവബോധം കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. സ്പ്രിംഗ്ലർ കേസ് മുതലാണ് കേരളത്തിലെ ജനങ്ങൾക്ക് എന്താണ് ഡേറ്റയുടെ പ്രത്യേകത എന്താണ്, ഡേറ്റ അനലിറ്റിക്സ് എന്താണ് എന്നുള്ളൊരു പൊതുബോധം വളർത്തിയെടുക്കാൻ അന്ന് കഴിഞ്ഞു.
അന്ന് നമ്മളത് കൊണ്ടുവന്നെങ്കിലും പക്ഷേ ആ സമയം വളരെ പ്രധാനപ്പെട്ട ഒരു സമയമായിരുന്നു. അത് കോവിഡായിരുന്നു. കോവിഡ് കാരണം കോവിഡ് എന്ന് പറയുന്ന മഹാമാരി, പണ്ട് പ്ലേഗ് നമ്മൾ വന്ന കാലമുണ്ടായിരുന്നു. അതുപോലെ കേരളത്തിൽ പണ്ട് വസൂരി വന്നൊരു കാലമുണ്ടായിരുന്നു. അതുപോലെയായിരുന്നു ഇത്. അസാധാരണമായ ഒരു സാഹചര്യമായിരുന്നു. ലോകം മുഴുവൻ മനുഷ്യൻ പരസ്പരം കാണാൻ പറ്റുന്നില്ല, എല്ലാവരും മാസ്ക് ധരിക്കുന്നു, പുറത്തിറങ്ങാൻ 5 പേരിൽ കൂടുതൽ പുറത്തിറങ്ങാൻ പാടില്ല, എല്ലാവരും വീട്ടിലിരിക്കുന്നു, ആരോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയില്ല. ആ സന്ദർഭത്തിലാണ് ഗവൺമെൻറ് ഒരു രക്ഷകനായി മാറുന്നത്. അവർ ഫ്രീ ആയിട്ട് അരി കൊടുക്കുന്നു, കിറ്റ് കൊടുക്കുന്നു, മരുന്ന് കൊടുക്കുന്നു, അത് വീട്ടിൽ കൊണ്ടെത്തിക്കുന്നു. അപ്പം ജനങ്ങൾക്ക് വെളിയിൽ പോലും ഇറങ്ങാൻ കഴിയാത്തൊരവസ്ഥയിൽ ഗവൺമെൻറ്റാണൊരു സംരക്ഷണം. അപ്പം അത് ജനങ്ങൾ ധരിച്ചതെല്ലാം ഇടതുപക്ഷ ഗവൺമെൻറ് അല്ലെ പിണറായി വിജയൻ തന്നതാണ്. അപ്പം തിരിച്ച് നമുക്ക് ഇത്തരം വിഷയങ്ങൾ ഞങ്ങൾ ഉന്നയിച്ചെങ്കിലും അതൊക്കെ പിൻവലിച്ചെങ്കിലും അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയാതെ പോയി. കാരണം എന്താ, എങ്ങനെ എത്തിക്കും? ഞാനൊരു ജാഥ നടത്തിയത് ശരിയാണ്, അത് എന്നോടെല്ലാവരും പറഞ്ഞ് നടത്തരുത്, കോവിഡ് കാലത്ത് നടത്തിയാൽ ഞാൻ തന്നെ ആശുപത്രിയിലാവുന്നു. എന്നാലും ആശുപത്രിയിലാവും റിസ്ക്കാണ് എടുത്ത് ഞാൻ ആ ജാഥ കംപ്ലീറ്റ് ചെയ്തു. പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല, ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സഹായം ആളുകൾ തരികയാണ്. കിറ്റ് കിട്ടിയപ്പോൾ എന്താ, 1 മാസത്തേക്കുള്ള സാധനം കിട്ടി. അപ്പോൾ പിണറായി വിജയനെ നോട്ട് ചെയ്യാൻ മതി. പക്ഷെ ഇന്നിപ്പോൾ പലയിടത്തും ഞാൻ ചെല്ലുമ്പോൾ ആളുകൾ പറയാം, സാർ അന്ന് ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, ഈ കിറ്റ് കിട്ടിയപ്പോൾ ഇതെല്ലാം മറന്നുപോയി. അത് സഹതപിക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ ദുഃഖിക്കുന്ന ആളുകളുണ്ട്. അന്ന് അത് കേരളത്തിൽ മാത്രമല്ല, മമതാ ബാനർജി ബംഗാളിൽ തിരിച്ചു വന്നത് ഇത് തന്നെയാണ്. ബോറിസ് ജോൺസൺ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി, ഏറ്റവും അൺപോപ്പുലറായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണം. പക്ഷെ അവിടെ നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ അദ്ദേഹത്തിന് വലിയ വിജയമുണ്ടായി. കാരണം കോവിഡ് മാനേജ്മെൻറ്റാണ്. കേരളത്തിലെ കോവിഡ് മാനേജ്മെൻറ്റിൽ പരാജയങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. പക്ഷേ ജനങ്ങൾക്ക് ആനുകൂല്യം കിട്ടിയപ്പോഴത് ഗവൺമെൻറ് തന്നാണെന്നുള്ള ചിന്തയുണ്ടായി. സ്വാഭാവികമായും ആ ഗവൺമെൻറ് ജനങ്ങൾ വോട്ട് ചെയ്തു. അതാണ് അതിൻ്റെ സത്യം. അല്ലാണ്ട് പ്രതിപക്ഷം മോശമായതുകൊണ്ടോ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങൾ മോശമായതുകൊണ്ടല്ല. അതോടൊപ്പം തന്നെ വേറൊരു രാഷ്ട്രീയ കാരണം കൂടാണ്. 69 സീറ്റുകളിൽ BJPയുടെ വോട്ട് CPMനും. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നേമത്തെ ഞങ്ങൾ സ്ട്രോങ് ആയ ഒരു ക്യാൻഡിഡേറ്റിനെ, മുരളീധരനെ നിർത്തി. ഇന്ന് ഒരു സീറ്റൂടെ ഞങ്ങൾ നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഒരു കാരണം. രണ്ടാമത്തെ കാരണം, കേന്ദ്രത്തിൽ നരേന്ദ്രമോദിക്ക് ഒരിക്കലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഒരു ഗവൺമെൻറ് ഉണ്ടാകുന്നതിൽ താല്പര്യമില്ല. കോൺഗ്രസ് മുക്ത ഭാരതം, അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ഇപ്പോഴും അതാണ്. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ 14 സീറ്റ് കിട്ടി BJPക്ക്. അസംബ്ലി വന്നപ്പോൾ അത് 10 കുറഞ്ഞു. UDFന് 40% വോട്ട്, LDFന് 44% വോട്ട്. അപ്പോൾ 14-ന് 10 പോയ BJPയുടെ 4% അപ്പുറത്ത് ചെന്നപ്പോഴാണ് അവർക്ക് വിജയമുണ്ടായത്. 30 സീറ്റ് നമ്മൾ തോറ്റത് 10,000 വോട്ടിൽ താഴെയാണ്. 10 സീറ്റ് തോറ്റത് 5000-ൽ താഴെയാണ്. അപ്പോൾ 30 സീറ്റ് തോറ്റത് 10-ൽ താഴെ വോട്ടുകൾക്കാണ്. ആ 30 സീറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഗവൺമെൻറ് ഉണ്ടാക്കാമായിരുന്നു. അപ്പോൾ ഇങ്ങനെ അഡ്വേഴ്സായിട്ടുള്ള ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് അന്ന് നമുക്ക് ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയാതെ പോയത്. അതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ഞാൻ ഏറ്റല്ലോ. ഞാൻ അതേറ്റു. ഞാൻ ആ സ്ഥാനത്ത് നിന്ന് മാറിയെങ്കിലും ഞാൻ പാർട്ടിക്കെതിരായി ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. പാർട്ടി പ്രവർത്തകനായി ഇപ്പോഴും തുടരുകയാണ്. അങ്ങ് കൊണ്ടുവന്ന ഈ ഡാറ്റ സ്പ്രിംഗ്ലർ അഴിമതി, കേരളത്തിലെ വോട്ടവകാശമുള്ള പൗരന്മാരിൽ ബഹുഭൂരിപക്ഷം ആളുകളും നമ്മുടെ ചെറുപ്പക്കാരാണ്. അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം. അതാണ് ഒരു പാർട്ടിയുടെ മിഷൻ, ജനത്തിനെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് CPM അത് ചെയ്യുന്നുണ്ട്. അവരെ ഏത് മാർഗ്ഗം ഉപയോഗിച്ചും കോർണർ മീറ്റിങ്ങുകളിലൂടെ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യും. നമുക്ക് ഗ്രാമപ്രദേശങ്ങളിൽ ചെന്നറിയാം. ഓരോ സാധാരണ CPMൻ്റെ പ്രവർത്തകനും ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ട്രെയിൻഡാണ്, അവർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ സ്പ്രിംഗ്ലർ അഴിമതി അടക്കം അങ്ങ് കൊണ്ടുവന്ന നിരവധി അഴിമതികൾ, ഇതൊന്നും ജനത്തിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ സംഘടനാ തലത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞില്ല. അതൊരു പക്ഷേ അത്തരം ഒരു പ്രചരണം കോൺഗ്രസ് ഏറ്റെടുത്താൽ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നേതാവിന് പ്രാധാന്യം കിട്ടുമോ എന്നാരെങ്കിലും തെറ്റിദ്ധരിച്ചോ? എനിക്കറിയില്ല. ഒരുപക്ഷെ അങ്ങേക്കായിരിക്കും അതിനെക്കുറിച്ച്. അതല്ല, അന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ സാഹചര്യം അതായിരുന്നു. അതാരുടെയും കുറ്റമല്ല. അന്നന്ന് വെളിയിൽ മനുഷ്യൻ ഇറങ്ങാൻ വയ്യാത്ത ഭീകരമായ ആൾ മരിച്ചു വീഴല്ല, കോവിഡ് കാരണം ആൾ റോഡിൽ മരിച്ചു വീഴുക, ശവമടക്കാൻ പോലും സ്ഥലമില്ല, കൂട്ടിയിട്ട് കത്തിക്കുക, ഇതൊക്കെയല്ലേ ഇന്ത്യയിലുടനീളം നടന്നത്. ഇങ്ങനൊരു സാഹചര്യം ലോകത്തുണ്ടായിട്ടുണ്ട്. അപ്പം മനുഷ്യൻ അവൻ്റെ ജീവനെപ്പറ്റി ചിന്തിക്കുമോ
ഡേറ്റയെ പറ്റി ചിന്തിക്കൂ. അപ്പോൾ അവനവൻ്റെ ജീവിതത്തെ പറ്റിയുള്ളൂ. വെളിയിറങ്ങി നടന്ന ഒരു പൈസ കൊടുത്ത് ഒരു സാധനം വാങ്ങിക്കാൻ പോക്കറ്റിൽ പൈസയില്ല, ഗവൺമെൻറ് ഫ്രീ തരുന്നു, കിറ്റ് തരുന്നു. സ്വാഭാവികമല്ലേ, ആൾ വോട്ട് ചെയ്യില്ലേ? അതാണ് സംഭവിച്ചത്. പക്ഷേ ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഈ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, വി ഹാവ് ടു എഡ്യൂക്കേറ്റ് ദ പീപ്പിൾ. അത് ആവശ്യമാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ നമ്മൾ കൊണ്ടുവരുന്ന ഓരോ വിഷയങ്ങളും ജനങ്ങളിലെത്തിക്കുക, ജനങ്ങളിൽ പ്രചരണം നടത്തുക, ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഒരു വലിയ ഘടകമാണ്. അല്ല, അത് തന്നെ ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ എന്ത് പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾ മൂന്ന് പിന്നെ പൊളിറ്റിക്കൽ അലൈൻമെൻറ്റിൻ്റെ ഭാഗമായി കഴിഞ്ഞു. LDF, UDF, BJP. ഇപ്പോൾ കോൺഗ്രസ് മുക്ത കേരളമോ ഭാരതമോ നരേന്ദ്രമോദി ആഗ്രഹിക്കട്ടെ, അത് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ 2000 നമ്മുടെ ചെന്നിത്തല ഗ്രാമപഞ്ചായത്ത് നടന്ന തിരഞ്ഞെടുപ്പിൽ BJPയെ തോൽപ്പിക്കാൻ LDFുമായിട്ട് ഒരു ധാരണയിലെത്തുകയോ അല്ലെങ്കിൽ സൗമനസ്യം കാണിക്കുകയോ ചെയ്തു, ഏതെങ്കിലും ആയിക്കോട്ടെ. എന്തായാലും അന്ന് അതിനെക്കുറിച്ച് വളരെ പരാമർശിക്കപ്പെട്ട ഒരു കാര്യമാണ് BJP തോൽപ്പിക്കാനായിട്ട്. ഇത് 2000 നടന്നത്. 2004 വന്നപ്പോൾ ആരും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ തൃശ്ശൂർ പോലെ ഒരു പാർലമെൻറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ BJP ജയിച്ചു വന്നു. അതാണ് ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നത്. മറ്റൊന്ന്, 11 മണ്ഡലങ്ങളിൽ BJP ഒന്നാമതായിട്ട് വന്നു, 8-9 മണ്ഡലങ്ങളിൽ രണ്ടാമതായിട്ടും വന്നു. ഏറ്റവും കൗതുകകരമായൊരു കാര്യം, ഹരിപ്പാട് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ BJP സ്ഥാനാർത്ഥിയായിട്ട് ആലപ്പുഴ മത്സരിച്ച ശോഭാ സുരേന്ദ്രനാണ് 2ാം സ്ഥാനത്ത് വന്നത്. കായംകുളത്തും വന്നു. അതൊരു പക്ഷേ അത് വരുന്ന അടുത്ത അസംബ്ലി തിരഞ്ഞെടുപ്പിൽ അത് അങ്ങേ ബാധിക്കത്തില്ല, അത് പേഴ്സണലായിട്ട് കിട്ടുന്ന വോട്ടാണ്, അതല്ല പ്രശ്നം. അപ്പോൾ കോൺഗ്രസ്സിന് ഈ BJPയുടെ വളർച്ചയെ പ്രതിരോധിക്കാൻ കഴിയും എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? കഴിയുമെന്ന് അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, എന്ത് തന്ത്രമാണ് അതിന് അങ്ങയുടെ മനസ്സിലുള്ളത്? ശരി, നമ്മൾ കാണേണ്ട ഒരു കാര്യം, BJP സ്വാഭാവികമായിട്ട് കേന്ദ്രം ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. പഴയതുപോലെ അങ്ങനെ അവർക്ക് ശക്തിയില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അവർക്ക് ശക്തി കേരളത്തിൽ കുറച്ച് വോട്ടുള്ള പാർട്ടിയാണ്. പക്ഷെ അവർ പലപ്പോഴും ചെയ്യുന്നത് ആ വോട്ടുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചെയ്തു. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 14% വോട്ട് പാർലമെൻറ്റിൽ ഉണ്ടായത്. അസംബ്ലി വന്നപ്പോൾ 10 കുറഞ്ഞു. ആ 4% അങ്ങോട്ട് പോയി. കാരണം നമ്മൾ വരരുതെന്നുകൊണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുഖ്യ ശത്രു കേരളത്തിൽ CPM ആണ്, ദേശീയ തലത്തിൽ BJPയുമാണ്. ഇവിടെ അങ്ങ് പറഞ്ഞു സുരേഷ് ഗോപി ജയിച്ച കാര്യം. സുരേഷ് ഗോപി ജയിച്ചത് ഒരു BJPക്കാരനായി മാത്രമല്ല, അദ്ദേഹത്തിന് 2-3 തവണ അവിടെ തോറ്റു. ഒരു സിനിമാ നടൻ, നല്ല മികച്ച സിനിമാ നടന്മാരിൽ ഒരാളാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് BJPയുടെ വോട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. രാജഗോപാൽ ഇവിടെ ജയിച്ചത് BJPയുടെ വോട്ട് കൊണ്ടല്ല. അദ്ദേഹത്തിന് ജനങ്ങളുടെ ഒരു അംഗീകാരമുണ്ട്, വ്യക്തിപരമായ. അത് വ്യക്തിപരമായ വോട്ടുകളാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയ വോട്ടും കുറേ കേന്ദ്രത്തിൽ BJP വരണമെന്ന് ആഗ്രഹിച്ച് ചെയ്ത വോട്ടുകളുണ്ടാകും. പക്ഷെ അത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് അസംബ്ലി ഉണ്ടാവില്ല. എൻ്റെ മണ്ഡലത്തിൽ ശരിയാണ്, 30,000 വോട്ടാണ് CPMൻ്റെ വോട്ട് മറിഞ്ഞത്. കോൺഗ്രസിൻ്റെ അല്ലെ UDFൻ്റെ ഒരു 10,000 വോട്ടിനാണ്. അവിടെ CPM 1ാം സ്ഥാനത്തേക്കുന്ന പാർട്ടി CPM 3ാം സ്ഥാനത്ത് പോയി. ഹരിപ്പാട്, കായംകുളത്ത് 3ാം സ്ഥാനത്ത് പോയി, അമ്പലപ്പുഴ 3ാം സ്ഥാനത്ത് പോയി. അപ്പോൾ ഇത് കാണിക്കുന്നത് ഞങ്ങളുടെ വോട്ടല്ല പോയത്, CPMൻ്റെ വോട്ടാണ് പോയി വലിയ തോതിൽ. അതുകൊണ്ടാണ് ഇപ്പം വെള്ളാപ്പള്ളി നടേശനെ കാറെ കയറ്റുകയും ഇപ്പം അദ്ദേഹം ഭൂരിപക്ഷ സമുദായത്തെപ്പറ്റി പറയുകയും അയ്യപ്പ സംഗമം നടത്തുകയും ചെയ്യുന്നതിൻ്റെ കാരണം അതാണ്, വേറൊന്നുമല്ല. പക്ഷെ ഇതൊന്നും നടത്തിയത് കൊണ്ട് ജനങ്ങൾ ഈ ഗവൺമെൻറ് അനുകൂലമായി വോട്ട് ചെയ്യില്ല. കേരളത്തിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ന്യൂനപക്ഷ പ്രകടനമായത്, പൗരാവകാശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇത്തവണ ഭൂരിപക്ഷ സമുദായത്തെ പിടിച്ചു വരാൻ കഴിയുമെന്നാണ് ചിന്തിക്കുന്നത്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇടതു മുന്നണിയെ തിരസ്കരിക്കും. UDFന് നല്ല ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരാൻ കഴിയും. ജനങ്ങൾ ഈ സർക്കാരിനെ വെറുത്തിരിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.